ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു യാത്ര പോവാണ്. ഇന്ന് നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഒരു ബസ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതേപോലെ ഒരു ബസ് യാത്ര നടത്തുന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി അമ്പലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് കിലോമീറ്ററോളം പോയിട്ടാണ് നമ്മൾ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തുന്നത്. ഫ്രണ്ട്സ്, എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ മലയാള മാസം കർക്കിടകം 1-ാം തീയതി ഈ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കാറുണ്ട്. ഒരുപാട് ആനകൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്. അപ്പം നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ആനകൾ ഇതേപോലെ ക്യൂ നിന്നിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ആനയൂട്ട് നടക്കുന്നത്. ഏകദേശം 60ഓളം ആനകളാണ് ഇന്നത്തെ ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. ഓരോ ആനകളുടെ പേരും കാര്യങ്ങളൊക്കെ ഇതുപോലെ വിളിച്ചു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആനകൾ ഗോപുരവാതിൽ കടന്നു വരുമ്പോൾ വടക്കുന്നാഥനെ തൊഴുതിട്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗോപുരവാതിൽ കടന്നു വരുന്ന മിക്ക ആനകളുടെ വീഡിയോസും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോക്ക് ലെങ്ത് ആവുന്നതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഒരുപാട് പേരും പ്രശസ്തി എടുത്തിട്ടുള്ള കുറച്ച് ആനകളും അതുപോലെ തന്നെ ഗജവീരന്മാരും ഗജറാണിമാരൊക്കെ ഈ ആനയൂട്ടിലുണ്ട്. അങ്ങനെ പടിഞ്ഞാറെ ഗോപുരവാതിൽ കടന്നു വരുന്ന ഗജവീരന്മാർ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തു കൂടി കറങ്ങി ഗോപുരനട മുതൽ കിഴക്കേ ഗോപുരനട വരെയാണ് നിരന്ന് നിൽക്കുന്നത്. ജൂലൈ മാസത്തിൽ മലയാള മാസം കർക്കിടകം 1-ാം ദിവസമാണ് ഈ ഉത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ ആരാധിക്കപ്പെടുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി നിരവധി ആനപ്രേമികളും അതുപോലെ ഇത് കാണുന്നതിനായിട്ട് ഒരുപാട് ആളുകളൊക്കെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. വർഷവും ആനയൂട്ട് ഗജപൂജ എന്നിവ നടത്തുന്നുണ്ട്. ആനകൾക്ക് പൂജകളും രുചികരമായ ഭക്ഷണവും നൽകുന്ന സമ്പത്തിൻ്റെയും ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെയും ദേവനായ ഗണപതിയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മാർഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവക്ഷേത്രങ്ങളിലൊന്നായി കണക്കപ്പെടുന്ന വടക്കുന്നാഥ ക്ഷേത്രം കുറച്ചു വർഷങ്ങളായി ആനയൂട്ട് പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ഈ കാണുന്ന താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഷെഡിൻ്റെ അകത്താണ് ആനകൾക്കുള്ള ഫുഡ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആനകൾക്ക് തയ്യാറാക്കുന്ന പ്രത്യേക തീറ്റയിൽ കരിമ്പിനില, തേങ്ങ, ശർക്കര, ഗണപതി പൂജ പ്രസാദത്തിൻ്റെ മധുരമിശ്രിതം എന്നിവ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി സാധാരണയായി ഒരു ആനക്കുട്ടിക്ക് അർപ്പിക്കുന്ന യാഗത്തോടെയാണ് അന്നദാനം ആരംഭിക്കുന്നത്. നിലവിൽ ഉത്സവത്തിൽ 16 ആനകളെയാണ് ഉൾപ്പെടുത്തുന്നത്. മുമ്പ് ഇതിന് എണ്ണം കൂടുതലായിരുന്നു. ഏകദേശം 50ഓളം ആനകളാണ് 2003 ഉത്സവത്തിനുണ്ടായിരുന്നത്. ഈ വർഷം ഏകദേശം 60ഓളം ആനകളാണ് വലിയ ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പോലെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ ആനകൾക്ക് ക്ഷേത്രങ്ങൾ വരെയുണ്ട്. ആനകൾ കേരള സംസ്കാരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആനയൂട്ട് ഉൾപ്പെടെയുള്ള എല്ലാ ഉത്സവങ്ങളിലും ആനകൾ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം 10 മണിയാകാറായപ്പോൾ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുറ്റം ആളുകളെ കൊണ്ടും ആനകളെ കൊണ്ടും നിറഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറേ ഗോപുരനട മുതൽ കിഴക്കേ നട വരെയാണ് ഗജവീരന്മാരും ഗജറാണിമാരും ഇതുപോലെ അണിനിരന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഗോപുരമാണ് തെക്കേ ഗോപുരനട. ഈ ഗോപുരനട ആനയെ കൊണ്ട് തള്ളി തുറന്നിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരവിളംബരം എല്ലാ വർഷവും നടത്താറുള്ളത്. ഇന്നിവിടെ വന്നതുകൊണ്ട് ഒരുപാട് ഗജവീരന്മാരെയും അതുപോലെ ഒരുപാട് ആനപ്രേമി സംഘങ്ങളെയും ഗ്രൂപ്പുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാവരും ആനകൾക്ക് ഫുഡ് കൊടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തിരക്കിലാണ്. ആനകളുടെ അടുത്തേക്ക് എത്താനുള്ള വഴി ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
കുറച്ച് നേരത്തെ ചടങ്ങുകൾക്ക് ശേഷം പൂജാരി ഒരു ആനയ്ക്ക് പ്രസാദം കൊടുത്തു തുടങ്ങുന്നതോടുകൂടി ആനയൂട്ട് ആരംഭിക്കും. ഓരോ ഭാഗത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ബോക്സ് നിറയെ പഴങ്ങളും പച്ചക്കറികളും എല്ലാം വെച്ചിട്ടുണ്ടാവും ആനക്ക് കൊടുക്കാനുള്ളത്. അതിങ്ങനെ ജനങ്ങളുടെ കയ്യിൽ തരും. എന്നിട്ട് ജനങ്ങളാണ് ആനകൾക്ക് ഇതേപോലെ ആനയൂട്ട് നടത്തുന്നത്. അപ്പോൾ ഇതേ ഒരുപാട് ആളുകളുടെ കയ്യിൽ പഴവും പച്ചക്കായും അതുപോലെ പേരക്കയും ആപ്പിളൊക്കെ കാണുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലം തൊട്ടിട്ട് അങ്ങ് ദൂരെ ആറ്റത്ത് പടിഞ്ഞാറേ ഗോപുര നട വരെ ആനകൾ ഇതുപോലെ നിരന്ന് നിൽക്കുന്നുണ്ട്. ആനയൂട്ടിന് ശേഷം ആനകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കിഴക്കേ ഗോപുര നട വഴിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗോപുര നടയുടെ കാത്തു നിൽക്കുന്നുണ്ട്. ഓരോ ആനകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഉഴുതു കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ഗജവീരന്മാരും തലയെടുപ്പോടെ തൊഴുതു നിൽക്കുമ്പോൾ തന്നെ ആരാധകർക്കുള്ളിൽ വലിയൊരു ആരവം തന്നെ തീർക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ആനയൂട്ടിന് ശേഷം ഒരുപാട് ഗജവീരന്മാരും ഗജറാണിമാരും ഇതേപോലെ തൊഴുതിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്കിത് ഇത് തണ്ണിമത്തം കൊടുത്തിട്ട് പോയാലോ? അതുപോലെ തന്നെ ഗജറാണിമാരിൽ പേര് കേട്ടിട്ടുള്ള ഒരു ആന തന്നെയാണ് ഉമാമഹേശ്വർ മഠത്തിലെ ഉമാദേവി എന്ന് പറയുന്ന ആന. അതേ സൈഡിൽ നമ്മുടെ നിൽക്കുന്നുണ്ട്. അതിനെ കാണുമ്പോൾ തന്നെ നമ്മളുടെ ആ ജയറാമേട്ടൻ്റെ സിനിമയിൽ കണ്ടിട്ടുള്ള പൊന്നുമഠത്തിൽ ലക്ഷ്മിക്കുട്ടി എന്നൊരു ക്യാരക്ടറാണ് ഈ ആനയെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ആനയൂട്ട് നടക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് പടിഞ്ഞാറേ ഗോപുരം നടയ്ക്കടുത്തുള്ള ഈ ഒരു കവാടമായിരുന്നു. അതുമാത്രമല്ല, ഈ കാണുന്നത് പോലെ കുറച്ച് ആനകളുടെ ശില്പങ്ങളും മരത്തടിയിലൊക്കെ പണി കഴിപ്പിച്ച് ഇവിടെ ദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിന് ചുറ്റും നടന്നു നോക്കുകയാണ്. ഇവിടെ ഏത് സൈഡ് തിരിഞ്ഞു നോക്കിയാലും ഏതെങ്കിലും ഒരു ആന ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനയാണിത്. അതുമാത്രമല്ല, റോഡ് സൈഡിൽ ഈ ദിവസം എന്തോ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിങ്ങനെ ആനയൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ആനയൂട്ട് കാണാനായിട്ട് ആനപ്രേമി കൂടിയായിട്ടുള്ള നമ്മുടെ ഉണ്ണിക്കണ്ണൻ ചേട്ടൻ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആളപ്പോൾ ഓരോ ആനകളെയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് മാറിയത്. അതുപോലെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള തണ്ണിമത്തൻ്റെ ഒരു പീസ് ആന കഴിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ചേട്ടൻ നോക്കിയതിന് ശേഷം അത് അവൻ തന്നെ വായിലിടുന്നുണ്ട്. ഏകദേശം 12 മണിക്ക് മുമ്പേ തന്നെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആനകളെ കാണാനും അതുപോലെ തന്നെ തിരിച്ച് ആളുകൾ പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ മുതൽ ആനയൂട്ട് കഴിയും വരെ മഴയുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നത് ശുഭകാര്യമായ കാര്യങ്ങൾ നടന്നതിന് ശേഷമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ സിമൻറ്റിലും മരത്തടിയിലൊക്കെ ചെയ്തിട്ടുള്ള ആനകളുടെ ശില്പം വടക്കുന്നാഥൻ്റെ പടിഞ്ഞാറേ നടയിൽ ഇതുപോലെ തറയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്തായിട്ട് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാനായിട്ട് കുറച്ച് തിരക്കുണ്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.